ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഒരു ആക്ഷേപം ഉന്നയിച്ചു. അദ്ദേഹം ലിസ്റ്റിൽ വരേണ്ടതായിരുന്നു, അദ്ദേഹം ഉൾപ്പെടെ 9 പേര്. എന്നാൽ ചില അനർഹരുണ്ട് എന്നൊരു ആക്ഷേപം കൂടി വന്നു. രണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഉള്ള ആൾ തന്നെ രേഖപ്പെടുത്തിയതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അനർഹമായിട്ടൊന്നും ചെയ്തില്ല എന്ന കാര്യം ഒന്നാമത് ഉറപ്പിക്കാൻ പറ്റി. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. രണ്ടാമത് അതുമാത്രമല്ല, നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. സെക്കൻഡ് അപ്പീലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും അപ്പീൽ സാധ്യതകളുണ്ട്. അപ്പീൽ ഘട്ടത്തിൽ അതെല്ലാം പരിശോധിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ DDMA നിർദ്ദേശിച്ചത് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പരാതികളും അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അത് ആ വിധത്തിൽ തന്നെ പരിശോധിക്കും. എല്ലാം മാനുഷിക പരിഗണനയല്ലേ. 9,000 കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാനുഷിക പരിഗണനയാണ്, കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് മാനുഷിക പരിഗണനയാണ്. ഇതൊന്നും ഒരു ദുരന്ത നിവാരണ ആക്ടിലും പറയാത്തതാണ്. അതാണ് മാനുഷികമായ പരിഗണന. തീർച്ചയായിട്ടും ക്യാബിനറ്റ് വളരെ താമസിയാതെ അത് തീരുമാനിക്കും. നഷ്ടപരിഹാരമാണ് നമ്മളിപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഫയൽ വരട്ടെ, അതിൽ ഗുണകരമായ തീരുമാനമുണ്ടാകും. എന്തായാലും ഒരാളെയും ഒറ്റപ്പെടുത്തില്ല, ഒരാളെയും വഴിയിൽ ഉപേക്ഷിക്കില്ല. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറേ കണക്കുകൾ പറഞ്ഞു, ഞാൻ അപ്പോഴാണ് ഈ കണക്കുകൾ എടുത്ത് നോക്കിയത്. എത്ര പെട്ടെന്നാണ് 410 വീടുകളിലെ 300 വീടുകൾ, ഇത്രയും പെട്ടെന്നൊക്കെ 300 വീട് പണിയുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വായനാക്കൊണ്ടാണെങ്കിലും വീട് പണിയാനൊരു പണി വേണ്ടേ. കണ്ണൂരിലെ പിന്നെ കർണാടകത്തിൽ സർക്കാർ തന്നത് 10 കോടി രൂപയാണ്. അതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വരവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കർണാടകയിലെ സർക്കാർ തന്ന 10 കോടിക്ക് പണിയാവുന്നത് 50 വീടാണ്. ആ 50 വീട് ഈ കൂട്ടത്തിലുണ്ടെന്ന് കരുതുക. ഇത് കഴിയുമ്പോൾ ഇവിടെ വലിയ ബോർഡ് വയ്ക്കും, തന്ന എല്ലാവരുടെയും പേരും കാശും അതിനകത്ത് അടയാളപ്പെടുത്തും. ആ 50 വീട് 100ആയി പറഞ്ഞു പോട്ടെ, അങ്ങനെ 100 വീട്. പിന്നെ ലീഗ് പണിയാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള 100 വീട്, പിന്നെ എന്തെങ്കിലും പണിയും എന്ന് മനസ്സിലാലോചിക്കുന്ന 100 വീട്, അപ്പോൾ 300ആയിരുന്നു. പിന്നെ 410 ബാക്കിയുള്ളൂ. 410 വീട് പണിയാൻ 750 കോടി വേണമെന്നൊക്കെ ചോദിച്ചാൽ എന്താണ് അതിന് ഉത്തരം പറയുക? ഇപ്പോൾ ഞങ്ങൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കണ്ടു. സ്പെഷ്യൽ ഓഫീസർ, നോഡൽ ഓഫീസർ ഞങ്ങളോട് പറഞ്ഞു, അവിടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യുന്ന വെള്ളം നമുക്ക് വളരെ ഉയരത്തിലേക്കൊരു പോയിൻ്റ് ഇട്ട് അവിടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് ഇവിടെ വരാൻ പോകുന്ന ഗ്രീനറി നിറയ്ക്കാനുള്ള, നനയ്ക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള വെള്ളമാകും. അങ്ങനെ ഉപയോഗിച്ചാൽ ഇവിടെ ഇപ്പോൾ തയ്യാറാക്കുന്ന ഗ്രീനറി കാലങ്ങളോളം നിലനിൽക്കും. 20 കോടി രൂപയാണ് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞത്. പുതിയ കണക്കായിട്ട് വരികയാണ്.